ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് NH66 ഈ റോഡിന്റെ പല ഭാഗത്തായിട്ട് റീടാറിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഭാഗത്തും റീടാറിംഗ് വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മുന്നിൽ കാണുന്ന വർക്കാവട്ടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മുതൽ NH66 വരെയുള്ള 1700 മീറ്റർ ലിങ്ക് റോഡ് അല്ലെങ്കിൽ കണക്ഷൻ റോഡിന്റെ വർക്കാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ടാണ് അപ്ഡേഷൻ എടുക്കുന്നത്. അതിനാൽ എത്ര ശതമാനം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഈ വീഡിയോയിൽ നിന്നും തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. കാരണം 14ാമത്തെ അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, NH66 സൈഡിലൂടെയുള്ള ബൈ റോഡ് വഴി ധാരാളം വാഹനങ്ങളാണ് ഹെവി സ്റ്റോണുമായിട്ട് നമ്മുടെ പോർട്ടിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. NH66 റീടാർ ചെയ്ത സമയത്ത് സൈഡിലൂടെയുള്ള ബൈ റോഡിന്റെയും റീടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ വളരെ അനായാസേന ഈ റോഡിലൂടെ സ്റ്റോണുമായിട്ട് പോർട്ടിലേക്ക് എത്താൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തൊട്ടു മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്ത ആ പ്ലേസ് ആണ്. ആ ബ്രിഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. ലോഡുമായിട്ട് ലോറികൾ പോർട്ടിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ബ്രിഡ്ജിന്റെ അടിയിലായിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ ഒരു ക്രെയിന് അണ്ടർപാസിലേക്ക് പാസ് ചെയ്ത് പോകുന്ന വിഷ്വലാണ് നമ്മൾ കാണുന്നത്. കാരണം എത്രത്തോളമാണ് അണ്ടർപാസിന്റെ സൈസ് എന്ന് നമുക്ക് ഈ ക്രെയിന് പോകുമ്പോൾ മനസ്സിലാക്കാനേ സാധിക്കും. തീർച്ചയായിട്ടും ഒരു കണ്ടെയ്നർ ലോറികൾക്ക് വളരെ അനായാസേന ഈ പറയുന്ന അണ്ടർപാസ് വഴി തിരിഞ്ഞു പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷനിൽ നിന്നും നമ്മൾ ഈ പറയുന്ന വർക്ക് സൈറ്റിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ നമ്മൾ തൊട്ട് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആ സൈറ്റിന്റെ ഏറ്റവും മുന്നിലായിട്ടാണുള്ളത്. നമുക്കറിയാം ഈ പറയുന്ന ഇവിടെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പുരോഗമിച്ച് പോകുന്നത്. ഡീറ്റെയിൽ അപ്ഡേഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് മെറ്റൽ ഉൾപ്പെടെയുള്ള മെറ്റീരിയൽ ഡംപ് ചെയ്തും കാണാൻ സാധിക്കും. ഇനി നമുക്ക് സൈഡിലൂടെയുള്ള ഈ ചെറിയൊരു ബൈ റോഡ് വഴിയാണ് നമുക്ക് തീർച്ചയായിട്ടും വർക്ക് നടക്കുന്ന സൈറ്റിലേക്ക് പോകേണ്ടത്. ഈ ബൈ റോഡ് ഉള്ളത് കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതോടൊപ്പം അതിലുപരി വളരെ ഫാസ്റ്റായിട്ട് ഈ പറയുന്ന ലിങ്ക് റോഡ് അല്ലെങ്കിൽ കണക്ഷൻ റോഡിന്റെ വർക്കുകൾ പുരോഗമിക്കുന്നതിന് സഹായിക്കുന്ന റോഡ് തന്നെയാണ്. കാരണം മെറ്റീരിയലും ഹെവി എക്യുപ്മെന്റ്സും വളരെ ഫാസ്റ്റ് മൂവ്മെന്റ് നടക്കുന്നത് ഈ റോഡ് വഴിയാണ്. ഇപ്പോൾ നമ്മൾ NHൽ നിന്ന് വരുമ്പോൾ കാണുന്ന ആദ്യത്തെ ബ്രിഡ്ജാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇങ്ങനെ 2 ബ്രിഡ്ജാണ് നമുക്കുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് ഇപ്പോൾ ഡീറ്റെയിൽ വർക്കുള്ളത്. ഈ പോർഷനിലും വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ബ്രിഡ്ജിന് പേരലായിട്ട് ഒരു ഹൈറ്റുള്ള പോർഷനിൽ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇനി കാണാൻ പോകുന്ന പോർഷനാണ് വളരെ വലിയ മാറ്റങ്ങളോട് തന്നെയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനും നിങ്ങളും ഒരേപോലെ തന്നെയാണ് ഈ വർക്ക് കണ്ട് മനസ്സിലാക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ എത്ര ശതമാനത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് എന്നെ ഷൂട്ട് ചെയ്യുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പോയിട്ട് എത്ര ശതമാനമാണ് വർക്ക് നടക്കുന്നത് എന്ന് ചോദിക്കരുത്. കാരണം നമ്മളെല്ലാവരും ഒരേപോലെ തന്നെയാണ് ഈ വർക്ക് കണ്ട് മനസ്സിലാക്കുന്നത്. ആകെയുള്ളത് 1700 മീറ്ററുമാണ്. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ബ്രിഡ്ജിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ സൈഡിലുള്ള പാനലിന്റെ ഹൈറ്റ് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഒരാഴ്ചയിൽ നിന്നും ഹൈറ്റ് കൂടിയതായിട്ട് കാണാൻ സാധിക്കും. പാനലിന്റെ സൈഡിൽ മെറ്റലും ഫില്ല് ചെയ്തിരിക്കുന്നുണ്ട്. കണ്ടോ, പാനലിന്റെ സൈറ്റും കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല, പോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജ് ചെയ്ത മണലുമായിട്ട് ലോറിയും ഇവിടെ എത്തിയിട്ടുണ്ട്. 2 എക്സ്കവേറ്ററും ഒരു ക്രെയിനും നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നതിന് വളരെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. കാരണം ഒരാഴ്ച കൊണ്ടുവന്നുള്ള വ്യത്യാസമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഹൈറ്റിൽ നിന്ന് വ്യത്യാസം കഴിഞ്ഞ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നവർക്ക് ആ വ്യത്യാസം എത്രയാണെന്ന് കണ്ടു മനസ്സിലാക്കാം. കാരണം റോഡിന്റെ ഹൈറ്റ് പൂർണ്ണമായിട്ടും കൂടിയിട്ടുണ്ട്. ഇനി ഈ ഹൈറ്റ് മനസ്സിലാക്കണമെങ്കിൽ സൈഡിലൂടെയുള്ള പാനലിംഗ് വർക്ക് എത്രത്തോളമാണ് ഹൈറ്റ് കൂടിയെന്ന് കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ നേരത്തെ നമ്മുടെ ഈ പറയുന്ന പോർട്ടിൽ നിന്ന് വന്ന ലോറി ഡംപ് ചെയ്ത നമ്മൾ ഡ്രഡ്ജ് ചെയ്ത മണൽ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഈ കാണുന്ന റോഡിന്റെ സൈഡിലേക്ക് ഫില്ല് ചെയ്യുന്ന ജോലികളാണ് ആ എക്സ്കവേറ്റർ ഇവിടെ ചെയ്യുന്നത്. അത് നമുക്ക് വളരെ ദൂരെ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കണ്ടോ, ഈ സൈഡിലെ പാനലിലെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുമുണ്ട്. കണ്ടോ, 2 സൈഡിലെ പാനലിലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ പാനലിന്റെ ഉൾവശം, അതായത് നമ്മുടെ ഈ പറയുന്ന റോഡിനോട് ചേർന്നിരിക്കുന്ന വശം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കേട്ടോ, ഈ പാനലിൽ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ ഈ പാനൽ പൂർണ്ണമായിട്ടും ഒരു ചെറിയ ഹെവി ടെൻഷനിൽ അല്ലെങ്കിൽ ഒരു ഹെവി ടെൻഷനിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന
ജിയോ ഗ്രിഡ് ഉപയോഗിച്ച് നമ്മുടെ റോഡിൻ്റെ സെൻറ്ററിലേക്ക് ഫിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ടാണ് ഫില്ല് ചെയ്ത് പോകുന്നത്. ഓരോ ഘട്ട വർക്കുകളും ഞാൻ തീർച്ചയായിട്ടും ഡീറ്റെയിൽ അപ്ഡേഷനാണ് ഓരോ വീഡിയോയിലും തരുന്നത്. അതിനാൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടാൽ മനസ്സിലാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ ആഴ്ചയിലും നമ്മൾ വീഡിയോൻ്റെ അപ്ഡേഷൻ നോക്കാൻ വരുമ്പോൾ അതിശയിപ്പിക്കുന്ന മാറ്റം എന്ന് ഞാൻ ഈ കാണുമ്പോൾ പറയുന്നത് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഫീൽ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം റോഡിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ കണ്ട ലെന്ത് അല്ലെങ്കിൽ 1700 മീറ്റർ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ലെന്തായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ റോഡിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് പോർഷൻ ഏകദേശം കാണാൻ സാധിക്കുന്നു. ആ വളവൊക്കെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം വളരെ ഹൈറ്റ് കൂടിയിരിക്കുന്നു. പണ്ട് കണ്ട ആ ഒരു സ്ഥലം, പണ്ടെന്ന് പറയാൻ പറ്റില്ല, 2-3 മാസങ്ങൾക്ക് മുന്നേ ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പഴയ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ആ ഒരു രീതിയിൽ നിന്നും വളരെ കുറഞ്ഞ കാലയളവിൽ ഇത്രത്തോളം വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും അപ്ഡേഷനിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഓരോ ആഴ്ചയിലാണ് നമ്മൾ അപ്ഡേഷൻ എടുക്കുന്നത്. ഇത് ഓരോ ആഴ്ചയല്ല 3 ദിവസം കൂടുമ്പോൾ അപ്ഡേഷൻ എടുത്താലും ആ വ്യത്യാസം മനസ്സിലാക്കാനായി സാധിക്കും. കാരണം ഡേ നൈറ്റാണ് ഇവിടെ വർക്കുകളെല്ലാം നടക്കുന്നത്. നമ്മൾ ഈ അപ്ഡേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിലവിൽ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത സാൻഡ് മറ്റ് വണ്ടികൾ വരുന്നു. നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ ഈ ഹൈറ്റിനൊപ്പം ഈ ഹൈറ്റിനനുസരിച്ച് ഈ റോഡിൻ്റെ ഹൈറ്റ് കൂട്ടണം. അതിനു വേണ്ടിയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഈ പാനൽ വർക്ക് ചെയ്ത് ഈ ഹൈറ്റ് കൂട്ടി ഈ ബ്രിഡ്ജിൻ്റെ പേരിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഏകദേശം പകുതിക്ക് ആയിട്ടുണ്ട്, പകുതിയല്ല അതിൻ്റെ മുകളിലായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ ട്രഡ്ജ് ചെയ്ത മണൽ കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല സൈഡിലായിട്ട് ഈ പറയുന്ന പാനലിംഗ് വർക്ക് നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ നമ്മൾ ഈ പാനലിൻ്റെ സൈഡിലായിട്ട്, അതായത് റോഡിൻ്റെ പുറത്ത് പാനലിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഈ ട്രഡ്ജ് ചെയ്ത മണൽ ഡംപ് ചെയ്യുന്ന എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പോർട്ടിൽ നിന്നും വന്ന ട്രഡ്ജ് ചെയ്ത മണലുമായിട്ട് ധാരാളം ലോറികളാണ് ഓരോ മിനിറ്റ് വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ 2ാമത്തെ ലോറിയാണ് നമ്മുടെ മുന്നിൽ വന്നത്. അപ്പോൾ ധാരാളം ട്രഡ്ജ് ചെയ്ത് സാൻഡ് ഇവിടെ എത്തുന്നതോടൊപ്പം അത് ഫില്ല് ചെയ്ത ജോലികളും വളരെ ഫാസ്റ്റായിട്ട് നടന്നു പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഓരോ ആഴ്ചയിലെ വ്യത്യാസം ഇങ്ങനെയാണെങ്കിൽ, കാരണം നമുക്ക് തന്നെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡേറ്റ് ഉണ്ട്. അതായത് ഈ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ എങ്ങനെയാണ് ഉള്ളതെന്ന് ആദ്യത്തെ ഒരു അപ്ഡേഷനിൽ കണ്ട് മനസ്സിലാക്കാം. അതിൻ്റെ ഡേറ്റ് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ ഡേറ്റും ഇന്നത്തെ വീഡിയോൻ്റെ ഡേറ്റും തമ്മിൽ കമ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനേ സാധിക്കും ഈ റോഡിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് തീർച്ചയായിട്ടും കാണുന്നവർക്ക് കണ്ട് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് എല്ലാ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത് എന്ന് തന്നെ പറയേണ്ട. കാരണം ഇപ്പോൾ സൈഡിലും ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ഫില്ല് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് വെള്ളം നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, ഇത് വയൽ അല്ലെങ്കിൽ കണ്ടം പോലത്തെ പ്ലേസാണ്. അത് നികത്തി ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് ലെയർ ബൈ ലെയർ ട്രഡ്ജ് ചെയ്ത ഈ പറയുന്ന സാൻഡ് ഉപയോഗിച്ചാണ് നികത്തി വന്നിട്ടുള്ളത്. അതിനാൽ സൈഡിൽ നമുക്ക് ഈ പറയുന്ന വെള്ളക്കെട്ട് പോലെ നമുക്ക് പലപ്പോഴായിട്ട് ഈ റോഡിൻ്റെ സൈഡിൽ മാത്രമല്ല ഈ തൊട്ട് വയലായതിനാൽ പല സ്ഥലത്തുമുണ്ട്. ഇപ്പോൾ നമുക്ക് പാനലിൻ്റെ ഹൈറ്റ് കൂടി വന്ന് വളരെ ദൂരെയായിട്ട് നമുക്ക് സൂം ചെയ്താൽ മനസ്സിലാകുന്നുണ്ടോ ഇവിടെ എത്രത്തോളമാണ് പാനലിൻ്റെ ഹൈറ്റ് കൂടി വന്നിട്ടുള്ളത്. അത് മാത്രമല്ല വളരെ ദൂരെയായിട്ട് മെറ്റലും ഡംപ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റൽ ഡംപ് ചെയ്തിട്ടുള്ള ഈ പാനലിൻ്റെ സൈഡ് പോർഷൻ, അതായത് പാനലും റോഡുമായിട്ട് ചേർന്ന സൈഡ് പോർഷനിലൊക്കെ ഫില്ല് ചെയ്യുന്നത് ഈ പറയുന്ന മെറ്റലിട്ടാണ് ഫില്ല് ചെയ്ത് വരുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ ഫില്ലിംഗ് ഒക്കെ നടക്കുന്നത് ട്രഡ്ജ് ചെയ്ത മണൽ മാത്രമല്ല, ട്രഡ്ജ് ചെയ്ത മണലും നമ്മുടെ ചെമ്മണ്ണും, എനിക്ക് തോന്നുന്നു 30% ചെമ്മണ്ണും 70% ട്രഡ്ജ് ചെയ്ത് മണലും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ആ മണ്ണാണ് ഇവിടെ മുകളിലിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഹെവി ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. ഹെവി ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന പാനലിൻ്റെ വർക്കുകളെല്ലാം ഫിക്സ് ചെയ്യുന്ന ജോലികൾ ഇവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഭാഗത്തല്ല, ഈ ഭാഗവും നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അതാണ് പാനലിലെ വർക്ക് ഹൈറ്റ് കൂടിയതായിട്ട് നമുക്ക് ഈ വശത്തു നിന്നും കണ്ട് മനസ്സിലാക്കാം. നമ്മൾ പല ആംഗിളിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്ത്, ഇപ്പോൾ എന്നെപ്പോലെ തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് 1 by 1 മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് പല ആംഗിളും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ വീഡിയോ ശകലം ലെന്തായി പോകുന്നതിന് കാരണം. ഡീറ്റെയിൽ വീഡിയോ എടുക്കുമ്പോഴാണ് ലെന്തായി പോകുന്നത്. ഒരാഴ്ചയിൽ ഒരു അപ്ഡേഷനാണ് തരുന്നത്. ആ അപ്ഡേഷനെങ്കിലും ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ കണ്ട് മനസ്സിലാക്കുന്നവർ ധാരാളമുണ്ട്. അത് മാത്രമല്ല ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്, ചിലപ്പോൾ അത് കറക്റ്റായിട്ട് ആ പോയിന്റ് വരില്ല. ലൈവ് റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കമന്റിലൂടെ തന്നെ അത് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വാക്ക് ക്ലിയർ ആക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോൾ പാനലിൻ്റെ ഹൈറ്റ് സൈഡിലൂടെ കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ വശത്ത് നിന്ന് വീഡിയോ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഈ പാനലിൻ്റെ 2 സൈഡിലായിട്ട് ഇരുവശങ്ങൾ, ഇപ്പോൾ തൊട്ടപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തെ വശം നമ്മൾ കണ്ടുകിട്ടുന്നത്, അതുപോലെ തന്നെ ഈ നമ്മൾ റോഡിനോട് ചേർന്ന് ബൈ റോഡിനോട് ചേർന്നിട്ടുള്ള സൈഡിലെ വ്യൂ ആണ്. കാരണം ഇത് നമുക്ക് അങ്ങറ്റം വരെ നമുക്ക്
ഷൂട്ട് ചെയ്യാനായി സാധിക്കും. കാരണം അപ്പുറത്തെ വശമാണെങ്കിൽ അവിടെ നിന്ന് മാത്രമേ ഷൂട്ട് ചെയ്യാനേ സാധിക്കുള്ളൂ. കുറച്ച് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അവിടെ ചെറിയൊരു തോട് പോലെയും വെള്ളക്കെട്ട് പോലെയും ഉണ്ട്. അങ്ങോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പോകാത്തത്. ഇനി നമുക്ക് സൈഡിലുള്ള ബൈ റോഡ് വഴി നമുക്ക് പോകാം. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ചെറിയ ബൈ റോഡ് തന്നെയാണത്. കാരണം ധാരാളം വെഹിക്കിൾസ്, ഹെവി വെഹിക്കിൾസും ഈ ഡ്രഡ്ജ് ചെയ്ത മണലുമായിട്ട് വരുന്ന ലോറികളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ റോഡിനകത്ത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ഡ്രഡ്ജ് ചെയ്ത മണലുമായിട്ട് ലോറികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം റോഡിൻ്റെ വർക്കുകൾ, ഈ ഭാഗത്തെല്ലാം വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന കാരണം വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ ഡ്രഡ്ജ് ചെയ്ത മണലും എത്തുന്നത്. ഇനി നമുക്ക് ഈ ബൈ റോഡിലൂടെ പോകാം. ഈ ബൈ റോഡിലൂടെ പോയാൽ മാത്രമേ നമുക്ക് എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായി സാധിക്കുള്ളൂ. നമ്മൾ ഈ വശത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കണ്ടോ, ഈ പറയുന്ന ഈ ബൈ റോഡിൽ നിന്നാൽ നമുക്ക് നേരത്തെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ വർക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ അത് കാണാൻ സാധിക്കില്ല. അത്രത്തോളം ഹൈറ്റ് കൂടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചെങ്കിലും ബൈ റോഡ് കാണാൻ സാധിക്കുമെങ്കിൽ, ലിങ്ക് റോഡ് കാണാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ അത് സാധിക്കുന്നില്ല. അതിനർത്ഥം തീർച്ചയായിട്ടും റോഡിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. കാരണം ഇവിടെ ഈ പറയുന്ന ചപ്പും കാടും എല്ലാം പിടിച്ചു കിടന്ന സ്ഥലമാണ്. നമുക്ക് പലപ്പോഴായിട്ടുണ്ട് അതെല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും വൃത്തിയാക്കി സൈഡിലുള്ള ചെളിയെല്ലാം കുറച്ച് മാറ്റി, അതായത് വേസ്റ്റ് എല്ലാം കോരി മാറ്റിയിരുന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്നാൽ എത്രത്തോളം ഹൈറ്റ് കൂടിയെന്ന് നമുക്ക് നോക്കാം. കാരണം ഇതെല്ലാം ഏതാണ്ട് പാരലായിട്ട് ഹൈറ്റ് എത്തിയിരിക്കുന്നു. ഈ ഹൈറ്റ് ഈ വശത്തെ റോഡിൻ്റെ ഹൈറ്റ് ഇത്രത്തോളമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നിന്നാണ് ഹൈറ്റ് കൂടി പോകുന്നുണ്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണോ. ഈ റോഡെല്ലാം ചെമ്മണ്ണും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രഡ്ജ് ചെയ്ത മണലും മിക്സ് ചെയ്ത് 70-30 റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ഭാഗത്തെല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളത്. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഒരു എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മുടെ ഈ പറയുന്ന ചെമ്മണ്ണും നമ്മുടെ ഡ്രഡ്ജ് ചെയ്ത മണലും തമ്മിൽ മിക്സ് ചെയ്യുന്ന ജോലികളാണ് നടക്കുന്നത്. അതുമാത്രമല്ല അവിടെ ധാരാളം ലോറികളുമുണ്ട്. ആ ലോറികളിലാണ് ഈ പറയുന്ന മണ്ണ് ഇങ്ങോട്ട് കോരി വിടുന്നത്, അല്ലെങ്കിൽ മണ്ണ് ലോറികളിലാക്കി ഇങ്ങോട്ട് സൈറ്റിലേക്ക് എത്തിക്കും. സൈറ്റ് തമ്മിൽ വളരെ ദൂരം കുറവാണ്. കാരണം മെറ്റലും ധാരാളമായി, മെറ്റൽ എന്തിനാണെന്ന് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പാനലിൻ്റെ സൈഡിൽ ഫില്ല് ചെയ്യുന്നതിനാണ്. അതായത് നമ്മുടെ റോഡുമായിട്ട് ചേരുന്ന പോർഷനിൽ സൈഡിൽ ഫില്ല് ചെയ്ത് മെറ്റൽ വരുന്നുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. കണ്ടോ, ഇതാണ് ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ. വളരെ വലിയ മാറ്റം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം റോഡിൻ്റെ ഹൈറ്റ് പൂർണ്ണമായിട്ട് കൂടിയിരിക്കുന്നു. അതുമാത്രമല്ല ഇപ്പോൾ കോമ്പാക്ട് മെഷീൻ ഉപയോഗിച്ച് പല ഭാഗത്ത് ലെയർ ബൈ ലെയർ ആയിട്ട് കോമ്പാക്ട് ചെയ്തിരിക്കുന്നു. അത് നമുക്ക് ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ഒരു പാരലായിട്ട് പോയിട്ട്, പാരലല്ല ഹൈറ്റ് കൂട്ടി പോയിട്ട് നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ബ്രിഡ്ജിന് പാരലാകുന്നു. ആ ഒരു രീതിക്കാണ് വർക്ക് അവിടെ നടക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ പോർഷനിൽ എന്തോരം വർക്ക് നടക്കുന്നു, അവിടെ എന്തോരമായി, അവിടെ കംപ്ലീറ്റ് വർക്കിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ ബ്രിഡ്ജ് നമ്മൾ കണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ അവിടെ ഇനി എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ, അവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞോ എന്നൊക്കെ അറിയണം. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെവി ലോറികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ ധാരാളമായിട്ട് അവിടെ ഡംപ് ചെയ്തിട്ടുമുണ്ട്, ചെമ്മണ്ണ് ഡംപ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ജോലികൾ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനേ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ. ഇതാ നമുക്ക് ഒരു ഹെവി എക്സ്കവേറ്റർ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിന്നും ഈ പറയുന്ന പോർട്ടിൽ നിന്ന് വരുന്ന മണൽ ഇപ്പോൾ നേരത്തെയാണെങ്കിൽ ഡ്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് മാത്രമാണ് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ മിക്സിംഗ് ആയ കാരണം ഇവിടെ വന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് ലോറികൾ കയറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ചെമ്മണ്ണ് കാണാൻ സാധിക്കും. ഈ ചെമ്മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പോർട്ടിൻ്റെ സൈഡിൽ തന്നെ ചെമ്മണ്ണ് കുഴിച്ചെടുക്കുന്നുണ്ട്. പോർട്ടിൻ്റെ പല ഭാഗത്ത് വർക്ക് നടക്കുന്നതിന് ചെമ്മണ്ണ് അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. ആ ചെമ്മണ്ണാണ് ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ലോറികളായിട്ട് നമ്മുടെ സൈഡിൽ കൊണ്ട് ഡംപ് ചെയ്ത് ആ ഡംപ് ചെയ്ത മണലാണ് ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജോലി മിക്സിംഗ് വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത്രയും ഈ ഡ്രഡ്ജ് ചെയ്ത മണലാണ് നമുക്കിവിടെ ധാരാളമായി ഡംപ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരത്തെ തന്നെ പോർട്ടൽ സൈഡ് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യുന്നില്ല, കുറച്ച് എനിക്ക് 3-4 ആഴ്ചകൾക്ക് മുന്നേ ഡ്രഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മണൽ തന്നെ ധാരാളമായി ഇവിടെ വേണ്ടി വന്നിട്ടുണ്ട്. ആ മണലെല്ലാം പൂർണ്ണമായിട്ടും ഈ നമ്മുടെ സൈറ്റിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം വളരെ അടുത്ത് 1 കിലോമീറ്റർ മാത്രമാണ് ഈ ഭാഗത്തു നിന്നും നമ്മുടെ പോർട്ട് വരെയുള്ളത്. അതിനാൽ വളരെ ഫാസ്റ്റായിട്ട് എത്താനും സാധിക്കും. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകണ്ടോ. ഹെവി എക്സ്കവേറ്റർ വർക്ക് ചെയ്യുന്നത് ഈ ഭാഗത്തെല്ലാം റോഡ് തന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ ഈ പറയുന്ന കോമ്പാക്ട് മെഷീൻ ഉപയോഗിച്ച് കോമ്പാക്ട് ചെയ്തതിനാൽ റോഡ് നല്ലൊരു പ്രഷറിലെത്തിയിരിക്കുന്നു. കാരണം ഇനി ഇത്രയും വലിയൊരു ലോറിയും മണലുമായിട്ട് പോയിട്ട് പോലും ശകലം പോലും താഴ്ന്നു പോകുന്നില്ല. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് വർക്കുകൾ, എല്ലാ ഭാഗത്തെ വർക്കുകളും പെർഫെക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിലും ഇത് കണ്ടെയ്നർ പോകുന്ന ലോറി ആയതിനാൽ വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് ഓരോ വർക്കും ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും. നമുക്ക് ആ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ വർക്ക് എടുത്ത കമ്പനിയുടെ സൈറ്റ് എഞ്ചിനീയേഴ്സിനും അദാനിയുടെ എഞ്ചിനീയേഴ്സിൻ്റെയും പൂർണ്ണമായിട്ടും ഡയറക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വർക്ക് പെർഫെക്റ്റും
വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതെന്നും നമുക്ക് പലപ്പോഴായിട്ട് ഇന്നാണ് ഞാൻ വരുമ്പോൾ സൈറ്റ് എഞ്ചിനീയേഴ്സ് ഇല്ലാത്തത്, അല്ലെങ്കിൽ എപ്പോഴും നിലവിൽ സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ഓൾറെഡി സൈറ്റ് എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ട്. അതാൻ്റെ ഭാഗത്തുള്ള സൈറ്റ് എഞ്ചിനീയേഴ്സും പലപ്പോഴായിട്ട് മണിക്കൂറുകളായിട്ട് തീർച്ചയായിട്ടും ഇൻസ്പെക്ഷനും ഇവിടെ വരുന്നതായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്രിഡ്ജിന്റെ ഭാഗത്താണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ആദ്യ ബ്രിഡ്ജ് കഴിഞ്ഞു, രണ്ടാമത്തെ ബ്രിഡ്ജ്. ഈ രണ്ടാമത്തെ ബ്രിഡ്ജിൽ ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. കാരണം ആ വർക്ക് എന്താ നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജിന്റെ സൈഡിലുള്ള ചെറിയ ചെറിയ ഫില്ലിങ്സ് ഉണ്ട്, ചില ഗ്യാപ്പ് ഉണ്ട്. കാരണം ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കോൺക്രീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന പോർഷനാണ്. ആ ഫിക്സ് ചെയ്യുന്ന പോർഷനിൽ വളരെ വളരെ ചെറിയായിട്ടുള്ള ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. ആ ഫില്ല് ചെയ്യുന്ന ജോലികളാണ് ഇവിടെ നടക്കുന്നത്. കേട്ടോ, വർക്കിംഗ് സ്റ്റാഫിൽ ഇരുന്നിട്ട് നല്ല വെയിലാണ് എങ്കിലും അവരെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന വൈറ്റ് റോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഫോം ആണെന്ന് തോന്നുന്നു. ആ ഫോം പലപ്പോഴായിട്ട് നമ്മൾ ഹൈവേന്റെ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് കണ്ടോ, ഇതേപോലത്തെ ഫോമാണ്. ഈ ഫോം എന്നാണ് ഇതിന്റെ പേര്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, എന്താണ് അതിന്റെ പേര് എന്നുള്ള കമന്റ് ചെയ്യുക. നമുക്ക് കാണുമ്പോൾ ഫോം ആയിട്ടാണ് തോന്നുന്നത്. ഈ ഫോം ഈ പറയുന്ന ഈ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ ഒരു ഫില്ലിംഗ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹീറ്റ് കൂടിയിട്ട് നമ്മളെ ഒരു പ്രഷറിലായിട്ട് ഈ പറയുന്ന രണ്ട് പോർഷൻ തമ്മിൽ ഈ ജോയിൻ ആവില്ല, ജോയിനായി എക്സ്പോർഷനായി വരില്ല. അങ്ങനെ കുറച്ച് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. അത് മാത്രമല്ല, ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി അതും ആ പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് റീഫില്ല് ചെയ്യാനും സാധിക്കും. വളരെ വേഗം ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഭാഗത്തല്ല, കണ്ടോ, ഈ കാണുന്ന ഭാഗത്തല്ല അത് ഫില്ല് ചെയ്യാനുണ്ട്. ആ വർക്കുകളാണ് നടക്കുന്നത്. അതിന്റെ കറക്റ്റ് പേര് ഫോം എന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാലോ മാറിക്കഴിഞ്ഞാലോ നമ്മളെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ പേര് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും അത് അറിയാനും സാധിക്കും. ആ വർക്കുകളാണ് ഇവിടെ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ വർക്കും വളരെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും വളരെ പെർഫെക്റ്റുമായിട്ടാണ് വർക്ക് നടക്കുന്നത് എന്ന് നമുക്ക് ഈ വർക്കിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. കണ്ടോ, വളരെ സൂക്ഷ്മതയോടെ. ഇനി നമുക്ക് കുറച്ച് ഈ രണ്ടാമത്തെ ബ്രിഡ്ജ്, അതായത് നമ്മുടെ NH നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജുമാണത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ നോട്ട് ചെയ്താണ്. കാരണം ഇതുവരെയുള്ള വർക്കുകൾ പോലെ അല്ല ഇത് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ. കാരണം ഏകദേശം 100% അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റിലേക്ക് പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നു. കാരണം ഇവിടെ നമുക്ക് ഒരു CCTV ക്യാമറ ഉണ്ട്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന ഈ റോഡ് പൂർണ്ണമായിട്ടും ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, റോഡിന്റെ സെന്ററിൽ ലൈനിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടോ, ആ ലൈനിങ് വർക്കുകളൊക്കെ നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഈ പറയുന്ന ക്രാഷ് ബാരിയർ നമുക്ക് കാണാൻ സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു W സ്റ്റീൽ ക്രാഷ് ബാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആ പേര് മറന്നുപോയി. ഈ പറയുന്ന ലൈവ് റെക്കോർഡിംഗ് ആയിട്ട് പലപ്പോഴായിട്ട് മറന്നു പോകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനത് നോട്ട് ചെയ്ത് വെച്ച് വളരെ ദൂരെയായിട്ടാണ് ആ വർക്ക് നടക്കുന്നത്. നമുക്കിവിടെ ഇറങ്ങിയിട്ട് നമുക്ക് എത്രത്തോളമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് കുറച്ച് അടുത്ത് പോയാലേ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാവുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത് പോകുമ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത് C ചാനലാണ്. നമ്മൾ പലപ്പോഴായിട്ട് കാണാമല്ലോ C ചാനൽ. എനിക്ക് തോന്നുന്നു 1-2 മീറ്ററാണ്. എനിക്ക് തോന്നുന്നു 1.5 മീറ്ററാണോ 2 മീറ്ററാണോ എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം ഒരു ചെറിയ ഗ്യാപ്പിലാണ് ഈ പറയുന്ന C ചാനലെല്ലാം ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് ഇട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. ഈ രണ്ട് സൈഡിലും വയലാണ്. പലപ്പോഴായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് രണ്ട് സൈഡും വയലും കണ്ടവും പോലത്തെ പ്ലേസാണ്. ഇത് വയൽ തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ആ കണക്ഷൻ എത്രത്തോളം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു മാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന WST ക്രാഷ് ബാരിയർ ആണെന്ന് തോന്നുന്നു. അവിടെയുള്ളത് തന്നെയാണ്. ആ ഷേപ്പ് W ഷേപ്പിൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ W സ്റ്റീൽ ക്രാഷ് ബാരിയർ എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന ക്രാഷ് ഗാർഡ് എന്നും പറയാറുണ്ട്. പല പേരുകൾ അറിയപ്പെടുന്നു. തീർച്ചയായിട്ടും ഇതിന് വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതും കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്കൊരു പുതിയ അറിവ് തന്നെയായിരിക്കും. കണ്ടോ, ആ വർക്കുകൾ നേരത്തെ കണ്ടതിനെക്കാട്ടിയും കുറച്ച് കൂടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ വീഡിയോയിൽ വളരെ കുറച്ച് പോർഷനാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന W സ്റ്റീൽ ക്രാഷ് ബാരിയർ കുറച്ചുകൂടി വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പല കോൺക്രീറ്റ് പോർഷനും വർക്ക് സ്റ്റാഫ് ഉപയോഗിച്ച് അത് നനച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നല്ലൊരു ചൂടാണ്. കാരണം അത് ഈ ഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെ റോഡിന്റെ മറുവശത്തും. കാരണം മറുവശത്ത് കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ ഈ പറയുന്ന W സ്റ്റീൽ ക്രാഷ് ബാരിയർ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ ഏകദേശമല്ല കഴിഞ്ഞിട്ടുണ്ട്. കണക്ഷൻസും കഴിഞ്ഞു കാണും. നല്ല ഉച്ചയാണ്, നല്ല ചൂടുമുണ്ട്, ഇപ്പോൾ നല്ല പൊടിയുമുണ്ട്. എന്നാലും നിങ്ങളെപ്പോലെ തന്നെ എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയേണ്ട ആഗ്രഹം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ സൈറ്റിൽ ഓടി എത്തുന്നത്. ആ വർക്കാണ് എടുക്കുന്നത്. അത് മാത്രമല്ല, റോഡിന്റെ പല സ്ഥലത്തുമായിട്ട് ലൈനിങ് വർക്കുകൾ കഴിഞ്ഞു. അതായത് ഈ റോഡിന്റെ വർക്കുകൾ 100% കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഈ ലൈൻ വർക്കുകൾ നടക്കുന്നത് എന്നാണ് നമുക്ക് തീർച്ചയായിട്ടും. നമ്മൾ പലപ്പോഴായിട്ട് ഹൈവേന്റെ വർക്കുകളൊക്കെ നടക്കുമ്പോൾ ലൈനിങ് ഒക്കെ വരുന്നത് ലാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോർട്ടിൽ നിന്നും വരുന്ന ആദ്യത്തെ ബ്രിഡ്ജ് വരെയുള്ള റോഡിന്റെ വർക്കുകൾ
കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലൈനിങ് വർക്കുകളാണ് ഇപ്പോൾ. കഴിഞ്ഞ വീഡിയോയിൽ ആ ലൈനിങ് വർക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും ലൈനിങ് വർക്കുകൾ നടക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു ഡ്രെയിനേജിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, അത് എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഹൈമാസിൻ്റെ വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും പോർട്ടിൻ്റെ നമ്മുടെ ഈ പോർട്ടും റോഡുമായിട്ട് ചേരുന്ന വശത്ത് നമ്മുടെ ഈ പറയുന്ന ട്രിവാൻഡ്രം, കോവളം, വിഴിഞ്ഞം, മുക്കോല വഴി പൂവാറിലേക്ക് പോകുന്ന ഒരു ഹൈവേ, ഒരു മെയിൻ റോഡ് അതിൻ്റെ മുന്നിലൂടെ പോകുന്നുണ്ട്. ആ റോഡാണ് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡും പോർട്ടിൻ്റെ മെയിൻ റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഇടഭാഗത്ത്, അല്ലെങ്കിൽ അത് ക്രോസ് ചെയ്ത് പോകുന്ന റോഡാണ് നമ്മുടെ മെയിൻ റോഡ്. അതിലെ ബസ് റൂട്ടുള്ള റോഡാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് മാറും. ആ റോഡിൻ്റെ സ്ഥലത്തെ വർക്കുകൾ എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങളിലും എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ ലൈൻസ് എല്ലാം ഇപ്പോഴാണ് ഇട്ട് തുടങ്ങിയത്. കാരണം അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ഈ റോഡിൻ്റെ വർക്കുകൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പോർട്ടിൽ നിന്നും ബ്രിഡ്ജ് വരെയുള്ള റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്റ്റോപ്പ് ഗാർഡൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയാൽ മാത്രം നമുക്ക് ഈ പറയുന്ന ഡ്രെയിനേജിൻ്റെ വർക്കുകൾ എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞതാണ് നമ്മൾ കണ്ടത്. കാരണം കോൺക്രീറ്റ് കഴിഞ്ഞു, അതിൽ ഈ പറയുന്ന പോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന ട്രെഡ്ജ് ചെയ്യുന്ന മണൽ സൈഡിലേക്ക് ഫില്ല് ചെയ്യുന്ന ജോലികളാണ് നടന്നത്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ വർക്ക് നടക്കുന്നത്, പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ റോഡിന് പാരലായി കഴിഞ്ഞോ എന്ന് നമുക്കറിയണം. നമുക്ക് ഈ സൈഡിലായിട്ട് നമ്മുടെ പിന്നെ വണ്ടി സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം. ഇനി നമുക്ക് നടന്നു പോയാൽ മാത്രം അറിയാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ചെറിയ വർക്ക് ഉണ്ടായിരുന്നു, ആ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് നടന്നാൽ മാത്രമേ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ അറിയാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോർട്ടിൻ്റെ സൈഡിലെത്തിയിരിക്കുന്നു. സൈഡിൽ വെച്ചാൽ മെയിൻ എൻട്രൻസ് ഗേറ്റിൻ്റെ സൈഡിലെത്തിയിരിക്കുന്നു. അതുമാത്രമല്ല നമുക്ക് ഈ വർക്ക് സ്റ്റാഫുകളെ കാണാൻ സാധിക്കും. നല്ല വെയിലായത് കാരണം കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുന്നു. സെറ്റിങ്സിന് ആവശ്യമാണ്. കാരണം ഇത്ര നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങളിൽ ഈ വെള്ളം നനച്ചാൽ മാത്രമാണ് കോൺക്രീറ്റ് പെർഫെക്റ്റ് സെറ്റിംഗിലേക്ക് പോവുക. നമ്മൾ വന്ന വഴി നമുക്ക് കാണാൻ സാധിക്കും പൂർണ്ണമായിട്ടും ഈ പറയുന്ന ലൈൻസ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഇവിടുത്തെ നമ്മൾ ഈ കാണുന്ന ഭാഗത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ബാക്കി നമുക്ക് ഈ പറയുന്ന പോലെ ഇനി നമുക്ക് ഈ പറയുന്ന ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ എത്രത്തോളമാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പൂവാറിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ഇപ്പോൾ വളരെ ദൂരെ നിന്ന് വരുന്നത്. ആ റോഡ് ഓൾറെഡി ടാറിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നത്, ഇപ്പോൾ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ജിയോ സെല്ലാണെന്ന് തോന്നുന്നു. ജിയോ സെല്ലെന്നാണ് ഇതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ കമൻറ്റ് ഇടുക. ജിയോ സെല്ലാണെന്ന് എനിക്ക് തോന്നുന്നു. ജിയോ സെല്ലിട്ട് അതിൻ്റെ മുകളിൽ ഈ പറയുന്ന ട്രെഡ്ജ് നമ്മൾ അതിൽ ഫില്ല് ചെയ്യുകയാണ്. പലപ്പോഴായിട്ട് റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുമ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ ഈ ജിയോ ഗ്രിഡ് ക്ലോത്തും ഇട്ടാൽ ഏറ്റവും മുകളിൽ ജിയോ സെല്ലും വരാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ജിയോ സെല്ലിട്ടാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകും. ഇവിടെയാണ് നമ്മൾ ഈ കാണുന്ന ബൈ റോഡിൻ്റെ സ്റ്റാർട്ടിങ്. അതായത് മെയിൻ റോഡിൽ നിന്നും ബൈ റോഡിലേക്ക് വഴി നമ്മുടെ NH66 കാണുന്ന ചെറിയൊരു ബൈ റോഡാണത്. ഈ റോഡ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പറയുന്ന ഈ പറയുന്ന ഡ്രെയിനേജിൻ്റെ വാട്ടറും അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഈ പറയുന്ന ബൈ റോഡ് ഓപ്പൺ ആയി കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ തീർച്ചയായിട്ടും സൈഡിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ റോഡ് ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ ഈ പറയുന്ന ലിങ്ക് റോഡ് വഴിയായിരുന്നു കുറച്ച് പോയിട്ട് ബൈ റോഡിലേക്ക് കയറേണ്ടത്. ഇപ്പോൾ ആ വർക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. മാൻ ഹോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ജിയോ സെല്ലിനകത്ത് ഈ പറയുന്ന ട്രെഡ്ജ് ചെയ്ത മണൽ ഫില്ല് ചെയ്യുന്ന വർക്കിംഗ് സ്റ്റാഫുകളെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ മെയിൻ റോഡിനോട് ചേർന്നിട്ടുള്ള വർക്ക്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ലിങ്ക് റോഡ് ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, പോർട്ടിനകത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കാണാൻ പറ്റുന്ന ഭാഗം നമുക്ക് മെയിൻ റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലിങ്ക് റോഡ് ഇത് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഹൈമാസിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുന്നിൽ കാണുന്ന റോഡാണ് വിഴിഞ്ഞത്തിൽ നിന്ന് വരുന്ന റോഡ്. ഇപ്പോൾ നമ്മൾ വന്ന ലിങ്ക് റോഡാണ് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഓട്ടോ കടന്നു വരുന്ന ഭാഗം കോവളം, വിഴിഞ്ഞം, മുക്കോല, പൂവാറിലേക്ക് പോകുന്ന റോഡാണ്. വിഴിഞ്ഞം ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉണ്ടോ? ഈ ഭാഗത്തെല്ലാം വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ലൈനിങ് ജോലിയിൽ ഫിനിഷിംഗ് ജോലികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന ഹൈമാസ് ലൈറ്റ് ഉള്ളത്. പലപ്പോഴും നമ്മൾ ഹൈമാസ് ലൈറ്റ് സൂം ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ LED ലൈറ്റ് തന്നെയാണ്. ഈ ഒരു ഹൈമാസ് ലൈറ്റ് മതിയാവും. കാരണം അത്രത്തോളം ഹൈറ്റിലാണ് ഈ ഹൈമാസ് ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സൂര്യൻ നട്ടുച്ചയ്ക്ക് ജ്വലിക്കുന്നത് നമുക്ക് എവിടെ നിന്നാൽ കാണാവുന്നതാണ്. ആ ജ്വലനം നല്ല ചൂട് തന്നെയാണ്. ഇപ്പോൾ ചൂട് വളരെ കൂടുതലാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂട് തന്നെയാണ്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വെയിലും മഴയും ചൂടും ഒന്നും വകവയ്ക്കാതെ നമ്മൾ ഇവിടെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ കാണുന്നതോടൊപ്പം ജനങ്ങളിലേക്കും നമ്മൾ സത്യസന്ധമായിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലൈനിങ് വർക്കുകൾ നടക്കുന്നു. കണ്ടോ? ലൈനിങ് സ്റ്റാഫുകളെ കാണാൻ സാധിക്കും.
അപ്പോൾ ഈ ഭാഗത്തെ വർക്കുകളല്ല, അതായത് നമ്മുടെ പോർട്ടിൽ നിന്നും നമ്മുടെ ഫസ്റ്റ് ബ്രിഡ്ജ് വരെ പോകുന്ന സ്ഥലത്തുള്ള വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇനി ഫസ്റ്റ് ബ്രിഡ്ജിൽ നിന്ന് രണ്ടാമത്തെ ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിക്കാണ് വർക്കുകളെല്ലാം ഇനി നടക്കേണ്ടത്. കാരണം ആ ഭാഗത്താണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട വർക്കെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. പോർട്ടിൽ നിന്നും ലോറികൾ, അതായത് നമ്മുടെ ഹെവി സ്റ്റോണുമായിട്ട് പോയ ലോറികൾ തിരിച്ചു വരുന്നുണ്ട്, ഹെവി സ്റ്റോണുമായിട്ട് ലോറികൾ അകത്തുമുണ്ട്. ഇത് നമുക്ക് ധാരാളം സ്റ്റോണുകളാണ് മണിക്കൂറുകളകത്ത് നമ്മുടെ പോർട്ടിൽ എത്തുന്നതും നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. നമ്മൾ ഈ കണ്ട റോഡിന്റെ അപ്ഡേഷനൊപ്പം തന്നെ പോർട്ടിൽ നിന്നും ഒരു ഫീഡർ വെസൽ പുറത്തേക്ക് പോകുന്നതും വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ അംഗമായി കഴിഞ്ഞാൽ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് വിൽക്കുന്നതിനോ നമുക്ക് ലാൻഡ് വാങ്ങിക്കുന്നതിനോ അതിലുപരി ലാൻഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുകയോ ആ ലാൻഡ് ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലാൻഡ് വാല്യുവേഷൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് വാല്യൂസ് ആയ ഡിസൈനേഴ്സ് ഇന്ത്യസിനെ സമീപിക്കാവുന്നതാണ്. ഓഫീസ് വിഴിഞ്ഞം, ട്രിവാൻഡ്രം. ഫോൺ 9447310067. താങ്ക് യു.